ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങൾക്ക് ഒരു തയ്യൽക്കാരി ഉണ്ടാക്കിയ പൂക്കളം കാണണോ? ഒരിക്കലും വാടാത്ത പൂക്കൾ കൊണ്ട് ഞാനൊരു പൂക്കളം ഉണ്ടാക്കി. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി വരുന്ന വെട്ട് കഷ്ണങ്ങളാണ്. 3 ഇഞ്ച് വീതിയിലും പിന്നെ നീളത്തിലും ഇങ്ങനെ തുണി കഷ്ണങ്ങൾ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ കുനുകുനാന്നരിക. നെറ്റിൻ്റെയൊക്കെ കഷ്ണം ഉണ്ടെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ 4 അരികും തയ്ച്ചിട്ട് ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് പൂ ഉണ്ടാക്കും. ഇങ്ങനെ പൂക്കൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പൂക്കൾ ഞാൻ വെട്ടിയെടുത്തു. പിന്നെ റോസ് നെറ്റ് കൊണ്ട് കുറച്ച് പൂക്കളുണ്ടാക്കി. ഇനി ഒരു പഴയ നൈറ്റിയുടെ തുണി വട്ടത്തിൽ വെട്ടിയിട്ട് അതിനകത്ത് ഇങ്ങനെ ചുറ്റും അത്തപ്പൂക്കൾ ഇടുന്ന മാതൃകയിൽ വെച്ച് കൈ കൊണ്ടും തുന്നിപ്പിടിപ്പിച്ചു, മെഷീൻ കൊണ്ടും തുന്നിപ്പിടിപ്പിച്ചു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങൾക്ക് ഒരു തയ്യൽക്കാരി ഉണ്ടാക്കിയ പൂക്കളം കാണണോ? ഒരിക്കലും വാടാത്ത പൂക്കൾ കൊണ്ട് ഞാനൊരു പൂക്കളം ഉണ്ടാക്കി. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി വരുന്ന വെട്ട് കഷ്ണങ്ങളാണ്. 3 ഇഞ്ച് വീതിയിലും പിന്നെ നീളത്തിലും ഇങ്ങനെ തുണി കഷ്ണങ്ങൾ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ കുനുകുനാന്നരിക. നെറ്റിൻ്റെയൊക്കെ കഷ്ണം ഉണ്ടെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ 4 അരികും തയ്ച്ചിട്ട് ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് പൂ ഉണ്ടാക്കും. ഇങ്ങനെ പൂക്കൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പൂക്കൾ ഞാൻ വെട്ടിയെടുത്തു. പിന്നെ റോസ് നെറ്റ് കൊണ്ട് കുറച്ച് പൂക്കളുണ്ടാക്കി. ഇനി ഒരു പഴയ നൈറ്റിയുടെ തുണി വട്ടത്തിൽ വെട്ടിയിട്ട് അതിനകത്ത് ഇങ്ങനെ ചുറ്റും അത്തപ്പൂക്കൾ ഇടുന്ന മാതൃകയിൽ വെച്ച് കൈ കൊണ്ടും തുന്നിപ്പിടിപ്പിച്ചു, മെഷീൻ കൊണ്ടും തുന്നിപ്പിടിപ്പിച്ചു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.